നമസ്തേ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് നിർണായകമാവുകയാണ് കിഫ്ബിയുടെ വിവിധ പദ്ധതികൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി പദ്ധതികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലും പത്തനംതിട്ട ജില്ലയിലെ കോന്നിയുമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ടൗണുകളിലൊന്നായ ആറ്റിങ്ങൽ ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി മുഖേന നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലടക്കം അതിവേഗ മുന്നേറ്റമാണ് ആറ്റിങ്ങലിൽ സാധ്യമായത്. 221.06 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ആറ്റിങ്ങലിൽ കിഫ്ബി വഴി നടപ്പിലാക്കിയത്. ആറ്റിങ്ങലിന്റെ ജനകീയ മുഖമായ അഡ്വക്കേറ്റ് ബി സത്യൻ MLA വികസന ജൈത്രയാത്രയിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ. കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിന് കരുത്തു പകരുന്നത് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഓരോ നിയോജക മണ്ഡലങ്ങളിലും വിവിധങ്ങളായ പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കി വരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ടൗണുകളിലൊന്നായ ആറ്റിങ്ങൽ ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 221.06 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പിലാക്കുന്നത്. റോഡുകൾ, പാലം, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരം തുടങ്ങി പൊതുമാർക്കറ്റുകളുടെ വികസനം, ഇങ്ങനെ എല്ലാ മേഖലകളിലും മുന്നേറാൻ ആറ്റിങ്ങലിന് കഴിഞ്ഞു. സംസ്ഥാന പാതയെയും ദേശീയ പാതയെയും തമ്മിൽ ബന്ധിപ്പിച്ചും അവിടെ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയിലേക്കും എത്തുന്ന 37 കിലോമീറ്റർ റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 5% പ്രവൃത്തികൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 32 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. കിളിമാനൂർ പുതിയകാവിൽ നിന്നും ആരംഭിച്ച വർക്കലയിൽ അവസാനിപ്പിക്കുന്ന 37 കിലോമീറ്റർ റോഡാണ് ആധുനിക രീതിയിൽ നിർമ്മാണം നടക്കുന്നത്. ഈ റോഡ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ 80% പ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്നു. 1 കിലോമീറ്ററിന് 1 കോടി ചെലവിൽ നിർമ്മിക്കുന്ന റോഡ് പൂർത്തിയാകുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് ഇടറോഡുകളെ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയുമായി ബന്ധിപ്പിക്കുക എന്ന സ്വപ്നമാണ്. കിളിമാനൂർ, ആലംകോട്, മണനാക്ക്, ചെറുന്നിയൂർ, ഒറ്റൂർ, മണമ്പൂർ എന്നീ റോഡുകളാണ് BM ആൻഡ് BC നിലവാരത്തിൽ നവീകരണ പ്രവർത്തനം നടത്തുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ജനകീയ മുഖമായ അഡ്വക്കേറ്റ് ബി സത്യന്റെ വികസന ജൈത്രയാത്രയിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് കിഫ്ബി പദ്ധതികൾ. 32 കോടി രൂപയ്ക്ക് ഒരു പദ്ധതി തയ്യാറാക്കി കിളിമാനൂർ മുതൽ വർക്കല ഭാഗത്തേക്ക് കടന്നു വരുന്ന 6 പഞ്ചായത്തുകൾ വഴി കടന്നു പോകുന്ന റോഡിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായി. ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ്. കിളിമാനൂർ ദേശീയ MC റോഡിൽ നിന്നും തുടങ്ങി നഗരൂര്, അതുപോലെ തന്നെ ആലംകോട്, ഒറ്റൂർ, മണമ്പൂർ, ചെറുന്നിയൂർ വഴി ആ റോഡ് ഏതാണ്ട് 36 കിലോമീറ്റർ വരുന്ന റോഡിൻ്റെ ശൃംഖല പൂർത്തീകരിക്കപ്പെടുകയാണ്.
ഇതുവഴിയുള്ള പ്രത്യേകത രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ വർക്കലയിൽ നിന്നും അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ നിന്നും എല്ലാം യഥേഷ്ടം ഒരു സമാന്തര പാതയെന്ന നിലയിൽ കിളിമാനൂരിലേക്ക് MC റോഡും NH തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന വിപുലമായ സൗകര്യമാണ് ഈ റോഡിൻ്റെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഈ റോഡ് വഴി ഏതെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടായാൽ എളുപ്പത്തിൽ കടന്നു പോകാൻ ദേശീയപാതയും MC റോഡും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമാന്തര പാതയായി ഇത് ഉപയോഗിക്കാം. അത് ഈ 6 പഞ്ചായത്ത് വഴി കടന്നു പോകുന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഈ റോഡ് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തുടങ്ങി നഗരൂർ, കരവാരം, മണമ്പൂർ, ഒറ്റൂർ, ചെറുന്നിയൂർ എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. റോഡുകളുടെ വീതി കൂട്ടുക, ഓടകളുടെ നിർമ്മാണം, നടപ്പാത നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങളും പ്രധാന റോഡുകളിൽ നാച്ചുറൽ ഡ്രെയിൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർശ്വഭാഗം തകരാതിരിക്കാനായി ആധുനിക രീതിയിൽ ഐറിഷ് ലൈനുകളും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നുണ്ട്. ദിശാബോർഡുകൾ, ഗാർഡ് സ്റ്റോൺ എന്നിവയും ഇതിനോടൊപ്പമുണ്ട്. കൂടാതെ മികച്ച സൗകര്യത്തോടെയുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങളും റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ, വർക്കല നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലായി കടന്നുപോകുന്ന ഈ റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ കിളിമാനൂർ, കാരേറ്റ്, കല്ലറ, വാമനപുരം, വെഞ്ഞാറമൂട് മേഖലകളിലെ ജനങ്ങൾക്ക് വർക്കലയിലെത്തുന്നതിനുള്ള എളുപ്പമാർഗമാകും. ശിവഗിരി തീർത്ഥാടനം പോലെ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന പരിപാടികൾക്ക് യാത്രാ സൗകര്യം സുഗമമാകുകയും പാപനാശക്കടവിലെ കർക്കിടക വാവ് ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ യാത്രാ സൗകര്യം ക്രമീകരിക്കുവാനും കഴിയും. ആലംകോട മീരാൻകടവ് റോഡിന് 44.64 കോടി രൂപയും വക്കം കായിക്കരക്കടവ് പാലത്തിനായി 25 കോടി രൂപയും കിഫ്ബിയിൽ നിന്നും പ്രത്യേകം അനുവദിച്ചിട്ടുമുണ്ട്. സർക്കാർ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. മികവിന്റെ കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായി ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂള് ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള സർക്കാരിൻ്റെ തീരുമാനം വന്നപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ നിർദ്ദേശിച്ച് അതനുസരിച്ച് റെക്കോർഡ് വേഗതയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആറ്റിങ്ങൽ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിഫ്ബി ഫണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആ കെട്ടിടത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി ഈ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കപ്പെട്ട ഈ സ്കൂളിൽ തന്നെ ഇന്ന് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റലൈസ് ചെയ്ത ക്ലാസ് മുറികൾ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്ത് പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിൽ സംസ്ഥാനത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുമ്പോൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം തലത്തിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ഈ സ്കൂളിലേക്ക് ഇവിടെ തന്നെ ഉള്ള ഈ സ്കൂളിനകത്ത് നടത്തി. ഹൈടെക് ക്ലാസ് മുറികളും മറ്റ് സൗകര്യങ്ങളും വിദ്യാർത്ഥികളുടെ പഠന നിലവാരമുയർത്തി. തലസ്ഥാന ജില്ലയിലെ തന്നെ മികച്ച സ്കൂളുകളിലൊന്നാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. വളരെ സമയബന്ധിതമായിട്ട് തന്നെ നമ്മുടെ വർക്കുകളെല്ലാം തീർന്ന് 2019 മാർച്ചിൽ തന്നെ എൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നതിനും തുടർന്ന് ബാക്കി ഭാഗങ്ങൾ ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് എല്ലായിടത്തും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഹൈടെക് ക്ലാസ്സുകളും അതുപോലെ ലാബുകൾ, അതുപോലെ ഓഫീസ് ബിൽഡിംഗ്, അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഡൈനിങ് ഹാള്, കിച്ചൺ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ 5 കോടിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 3 ബിൽഡിംഗായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ വളരെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. മികച്ച അധ്യാപനത്തിനൊപ്പം പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുങ്ങിയപ്പോൾ ആറ്റിങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച നിലവാരത്തിലേക്കെത്തി. അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കിയതിലൂടെ വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും പഠിക്കുവാനും അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ
സഹായങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. അത് വലിയ ഒരു അംഗീകാരം തന്നെയാണ്. ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഇതിലൂടെ ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ ആവശ്യങ്ങൾ നമ്മുടെ സ്കൂളിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കിഫ്ബി വഴി ലഭിച്ചിട്ടുള്ള ഈ ഫണ്ട് പൂർണ്ണമായും നമ്മൾ വിനിയോഗിക്കുകയും അത് പരമാവധി സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തനതായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവനമഞ്ചേരി ഹൈസ്കൂൾ, ഞെക്കാട് ഹൈസ്കൂൾ, കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആറ്റിങ്ങൽ ഡയറ്റ് UPS എന്നിവിടങ്ങളിൽ പുതിയ കെട്ടിടത്തിനായി 3 കോടി രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിന് 21ഓളം വരുന്ന സ്കൂളുകൾക്ക് മാതൃകാ വിദ്യാലയങ്ങളായി വികസിപ്പിച്ചെടുക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ വഴി കിഫ്ബി ഫണ്ടിൽ ഏറ്റവും വലിയ സഹായം ലഭിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഈ ആറ്റിങ്ങലിനോട് ചേർന്ന് നിൽക്കുന്ന ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ തന്നെ വരുന്ന അവനമഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ, അവനമഞ്ചേരി മാതൃക എന്ന് തന്നെ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടുള്ളതാണ്. ദേശീയ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവനമഞ്ചേരി ഹൈസ്കൂള് അവരുടേതായിട്ടുള്ളൊരു മാതൃക വികസിപ്പിച്ചെടുത്ത സ്കൂളാണ്. അവിടെ 3 കോടിയിൽ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തൊട്ടടുത്തുള്ള ആറ്റിങ്ങലിൻ്റെ ഗേൾസ് പെൺമക്കൾ പഠിക്കുന്ന വിദ്യാലയം, അവിടെയും 3 കോടിയിലെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഇവിടെ തന്നെ ഏറ്റവും വലിയ ഡയറ്റ് നമുക്കറിയാം, ജില്ലയിലെ വിദ്യാഭ്യാസ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡയറ്റ്. ആ ഡയറ്റിനോട് ചേർന്നുള്ള UP സ്കൂള് ജില്ലയിൽ ഏറ്റവും അധികം പ്രൈമറി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 1500ഓളം കുട്ടികൾ പഠിക്കുന്നു. ആ സ്കൂളിൽ ഈ പറഞ്ഞതുപോലെ 3 കോടിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മികവിൻ്റെ കേന്ദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ധനസഹായത്തോടെ 3 കോടി രൂപയുടെ 3 നിലകളുള്ള കെട്ടിടമാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ പണികൾ കഴിഞ്ഞ മാർച്ച് മാസത്തോടെ പണികൾ ആരംഭിച്ചു. 15 മുറികൾ, ക്ലാസ് മുറികൾ, ഓഫീസ് റൂമുകൾ, ടോയ്ലറ്റുകൾ എന്നിവ ഉൾപ്പെട്ട സമുച്ചയമാണ്. ഇതോടുകൂടി ഇത് പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും എന്നാണ് നമ്മൾ കരുതുന്നത്. കിളിമാനൂർ ടൗൺ UPS, തട്ടത്തുമല ഹയർ സെക്കൻഡറി സ്കൂൾ, ചെറുന്നിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കവലിയൂർ ഗവൺമെന്റ് HSS, നെടുമ്പറമ്പ് ഗവൺമെന്റ് HSS, ആലംകോട് ഗവൺമെന്റ് HSS, പോങ്ങനാട് ഗവൺമെന്റ് ടൗൺ UPS എന്നീ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് 1 കോടി രൂപ വീതവും കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 8,85 ലക്ഷം രൂപയാണ് കിഫ്ബി മുഖാന്തരം അനുവദിച്ചത്. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ അത്യാധുനിക ലൈബ്രറി മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിസംബർ മാസത്തോടുകൂടി പദ്ധതി പൂർത്തിയാകും. കിളിമാനൂർ, പുതിയകാവ്, നിലയ്ക്കാമുക്ക, വക്കം മത്സ്യമാർക്കറ്റുകളുടെ നവീകരണത്തിനായി 2 കോടി രൂപയും കിഫ്ബി മുഖാന്തരം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. പുളിമാത്ത, നഗരൂർ, കരവാരം കുടിവെള്ള പദ്ധതിക്കായി 81 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാകും. നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് സാധ്യമാകുന്ന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ പൂർത്തിയാക്കുന്നത്. 250 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ കോന്നിയിൽ എത്തിയത്.
കോന്നി നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം സാധ്യമാകുന്ന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ ഇവിടെ പൂർത്തിയാകുന്നത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മലയോര മണ്ഡലമായ കോന്നിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഗതാഗത പദ്ധതികൾക്ക് തന്നെയാണ്. റോഡ് വികസനം, വിദ്യാഭ്യാസ മേഖല, കുടിവെള്ള പദ്ധതികളുടെ നവീകരണം തുടങ്ങിയവയ്ക്കാണ് കിഫ്ബിയിൽ നിന്നും കോന്നിയിലേക്ക് കൂടുതൽ തുക എത്തിയത്. ആകെ 250 കോടി രൂപയുടെ പദ്ധതികളാണ് കോന്നി നിയോജക മണ്ഡലത്തിൽ മാത്രം കിഫ്ബിയിലൂടെ എത്തിയത്. കിഫ്ബി പദ്ധതിയിലൂടെ കോന്നി മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ധാരാളം റോഡുകൾ, കോന്നി മണ്ഡലത്തിൽ ധാരാളം റോഡുകളുള്ള ഒരു മണ്ഡലമാണ്. ആ റോഡുകൾ ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതി വലിയ സഹായകരമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലേക്കുള്ള റോഡുകൾ പോലും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ കിഫ്ബിയിലൂടെ കഴിഞ്ഞു. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കോന്നി നിയോജക മണ്ഡലത്തിലെ എല്ലാ റോഡുകളും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ എത്തിയത്. 200 കോടി രൂപ റോഡ് നിർമ്മാണത്തിന് മാത്രം കോന്നിയിലേക്ക് കിഫ്ബിയിലൂടെ എത്തി. കോന്നി മണ്ഡലത്തിൽ ധാരാളം റോഡുകളുള്ള ഒരു മണ്ഡലമാണ്. ആ റോഡുകൾ ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതി വലിയ സഹായകരമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. 22 കോടി രൂപ ചിലവഴിച്ച് പുനർനിർമ്മിക്കുന്ന ഇളമണ്ണൂർ കലഞ്ഞൂർ പാടൻ റോഡിന്റെ നിർമ്മാണം നവംബറോടെ തന്നെ പൂർത്തിയാകും. റോഡിന്റെ ഇളമണ്ണൂർ കലഞ്ഞൂർ ഭാഗം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 10.5 കിലോമീറ്റർ ദൂരപരിധിയുള്ള പുതവേൽ മങ്ങാട് റോഡിനായി 44 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ചിലവഴിക്കുന്നത്. അട്ടച്ചാക്കൽ കുമ്പളാംപൊയ്ക റോഡ് 18 കോടി രൂപ ചിലവഴിച്ചാണ് ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ഇളമണ്ണൂർ കലഞ്ഞൂർ പാടം റോഡ് അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 22 കോടി രൂപ മുടക്കിയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 70% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ അത് അതിവേഗം നിർമ്മാണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. കൂടൽ ആനേടി റോഡ്, അട്ടച്ചാക്കൽ കുമ്പളാംപൊയ്ക റോഡ്, വടശ്ശേരിക്കര ചിറ്റാർ സീതത്തോട് ആലപ്പുഴ റോഡുകൾക്കൊക്കെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നവീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറെക്കാലമായി ജനം ആഗ്രഹിക്കുന്ന പ്ലാപ്പള്ളി അച്ചൻകോവിൽ റോഡും പുതുവൽ മങ്ങാട് റോഡുമെല്ലാം സമീപ ദിവസങ്ങൾ തന്നെ കിഫ്ബിയുടെ അംഗീകാരം ലഭ്യമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കലഞ്ഞൂർ പഞ്ചായത്തിൽ 2 സൈഡിലായി കിടക്കുന്ന തെക്കേ സൈഡിലായിട്ട് തെക്ക് കിഴക്ക് റോഡെന്നുള്ള നിലയിൽ പാടം ഇളവണ്ണൂർ റോഡും വടക്ക് കിഴക്ക് റോഡെന്നുള്ള നിലയിൽ കൂടൽ ആനേടി റോഡുമാണ്. ഇളവണ്ണൂർ പാടം റോഡിന് 22 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയാകാറായിരിക്കുകയാണ്. അതിൻ്റെ പകുതി പണി ടാറിങ് ഉൾപ്പെടെ കഴിഞ്ഞു. ഫിനിഷിംഗ് വർക്കിലേക്ക് പകുതി ദൂരം കഴിഞ്ഞിരിക്കും. ഇതിനകത്ത് നല്ല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണ് നമുക്കിവിടെ കിഫ്ബി പദ്ധതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കൂടലാനേടി റോഡ്, അതിൻ്റെ കലഞ്ഞൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള നിർമ്മാണം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ അതിന് 102 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത്. കിഫ്ബി പദ്ധതി വന്നതുകൊണ്ട് നമ്മുടെ റോഡുകളെല്ലാം വളരെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്കുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ വരുന്നു. അതുപോലെ ഈ 2 റോഡ് കൊണ്ട് പ്രധാനമായിട്ടും നമ്മുടെ പഞ്ചായത്ത് കിഴക്കൻ മലയോര മേഖലയാണ്. ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വളരെ വേഗം പുല്ലൂർ മൂവാറ്റുപുഴ റോഡിൽ എത്താൻ കഴിയുന്നു. അതുപോലെ ജില്ലാ ആസ്ഥാനത്തേക്ക് പോകാനുള്ള ഗതാഗത സൗകര്യം ഒരുക്കുന്നു. അതുപോലെ മെഡിക്കൽ കോളേജുകളിൽ പോകാനും പറ്റുന്നു. അതുപോലെ ഏറ്റവും പ്രധാനം പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും ഒക്കെ എത്തുന്നതിന് വളരെ കഷ്ടത അനുഭവിച്ച് നല്ല റോഡുകളില്ലാത്ത സ്ഥിതിയായിരുന്നു. അത് ഇളവണ്ണൂർ പാടം റോഡ് കൊണ്ട് ഒരു പരിധിവരെ അത് പരിഹരിക്കാൻ കഴിയും. അതേപോലെ തന്നെ കൂടലാനേടി റോഡ് നമുക്ക് MC റോഡിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നു. അതേപോലെ തന്നെ ദേശീയപാതയിലും ഈ റോഡ് വഴി തന്നെ നമുക്ക് ഈ റോഡ് ആനേടി വരെയാണ് പോകുന്നത്. 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ചാണ് കൂടലാനേടി പോകുന്നത്. അത് വളരെ ഗുണകരമാണ്. എന്നിട്ട് ഈ റോഡ് കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറും എന്നുള്ള ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുപോലെ സ്കൂളും. കുടിവെള്ളക്ഷാമം ഏറെയുള്ള മലയോര മണ്ഡലമായ കോന്നിയിൽ കുടിവെള്ള പദ്ധതിയുടെ നവീകരണത്തിന് മാത്രം 15 കോടി രൂപയാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ മോട്ടോർ സ്ഥാപിക്കൽ, പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ, പമ്പിംഗ് മിഷൻ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. വിതരണത്തിന്
ജനങ്ങളുടെ ഏറെ പ്രയാസമായിരുന്ന മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അരുവാപ്പുലം വള്ളിക്കോട് പഞ്ചായത്തുകൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 കോടി രൂപയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ചിട്ടുള്ളത്. ശുദ്ധജലക്ഷാമം വലിയ തോതിൽ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു അരുവാപ്പുലം. കുടിവെള്ളക്ഷാമം രൂക്ഷമാവുന്ന ഘട്ടത്തിലും പൈപ്പ് പൊട്ടി വെള്ളം പൊക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനു മുമ്പ് ഇവിടെ ഒരു കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഇപ്പോൾ ജനീഷ് കുമാർ MLA ആയതിനു ശേഷമാണ് ഏകദേശം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 4.5 കോടി രൂപ മുതൽ മുടക്കിൽ ഇവിടുത്തെ പൈപ്പുകളെല്ലാം തന്നെ പുനരുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒരു പദ്ധതി പൂർണ്ണമാവുന്നതോടുകൂടി ഇവിടുത്തെ 8 വാർഡുകളിലായി 4000-ഓളം വരുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 100% പണികളും ഇതിൻ്റേത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പദ്ധതി നിലനിൽക്കുന്നത്. ജനങ്ങൾക്ക് ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ളൊരു പദ്ധതിയായിട്ടാണ് പ്രദേശവാസികൾ ഇതിനെ കാണുന്നത്. അരുവാപ്പുലം പഞ്ചായത്തിലെ 8 വാർഡുകളിലായി ഏകദേശം 4000-ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര വികസനത്തിനുള്ള പദ്ധതിയും കിഫ്ബിയിലൂടെ കോന്നിയിലേക്ക് എത്തി. ഹൈസ്കൂളുകളുടെ വികസനത്തിന് മാത്രം 15 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചത്. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മാത്രം 5 കോടി രൂപയും കലഞ്ഞൂർ, ചിറ്റാർ, മാരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതവുമാണ് അനുവദിച്ചത്. മങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിന് 1 കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബിയിലൂടെ അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കിഫ്ബി വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും ഇന്ന് ഹൈടെക്കായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൈടെക്കായി പ്രഖ്യാപിക്കുമ്പോൾ അത് ഹൈടെക്കാക്കി ഉയർത്തുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണം അനുവദിച്ച് അതിന് ആവശ്യമായ സാമഗ്രികൾ വിതരണം ചെയ്തിട്ടുള്ളത്. കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് 5 കോടി രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 3 കോടി രൂപ മുടക്കി 3 സ്കൂളുകൾ, ചിറ്റാർ സ്കൂളും കലഞ്ഞൂർ സ്കൂളും മാരൂർ സ്കൂളും 3 സ്കൂളുകൾ 3 കോടി രൂപ മുടക്കിക്കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1 കോടി രൂപ മുടക്കി മണ്ഡലത്തിലെ മറ്റു ചില സ്കൂളുകൾ അതിൻ്റെയെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതികളാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ കൈറ്റ് ഏറ്റെടുത്ത് നടത്തുന്ന ഈ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. 2019 ആരംഭിച്ച് 2018 അവസാനത്തോടുകൂടി ആരംഭിച്ച ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കെട്ടിട സമുച്ചയത്തിൻ്റെ പണി ഏകദേശം 90% പൂർത്തിയാക്കി കഴിഞ്ഞു. ഫ്ലോറിംഗ്, പ്ലാസ്റ്ററിംഗ്, അതുപോലെ തന്നെ പെയിൻറ്റിങ്, ഇനി പെയിൻറ്റിങ് വർക്കുകൾ മാത്രമേ നടക്കാനായിട്ട് ഉള്ളൂ. ഇതിനോടനുബന്ധിച്ച് തന്നെ വിശാലമായ ലൈബ്രറി ഹാൾ, IT ലാബ്, റീഡിംഗ് റൂം തുടങ്ങിയവയും നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കിഫ്ബിയുടെ ഫണ്ടിൻ്റെ അപര്യാപ്തതയല്ല, മറിച്ച് ബില്ലിൻ്റെ പേയ്മെൻറ്റിലെ സാങ്കേതിക തകരാറുകൾ മൂലമാണ് പണി തൽക്കാലം 2 ആഴ്ചയായി നിർത്തിവെച്ചിരിക്കുന്നത്. MLAയുടെ വ്യക്തമായ ഇടപെടലിലും ജനപ്രതിനിധികളുടെ എല്ലാം ഇടപെടൽ കാരണം പണി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുനരാരംഭിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് വിശ്വപൗരന്മാരെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഭൗതിക സാഹചര്യങ്ങൾ സ്കൂളിലെ മെച്ചപ്പെടുത്തിക്കൊണ്ട്, അധ്യയന നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ്റും പ്രദേശവാസികളും ജനപ്രതിനിധികളും. എല്ലാ മുറികളും സ്ഥലപരിമിതിയായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. എല്ലാ ക്ലാസ് റൂമുകളിലും ഏകദേശം 960 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും സ്ഥലപരിമിതി ഒഴിവാക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിവരസാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലായിരുന്നു. ആ വിരൽത്തുമ്പിൽ നിന്നുള്ളത് തീർച്ചയായിട്ടും ഈ കെട്ടിട സമുച്ചയം പൂർത്തിയാകുമ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ബ്രോഡ്ബാൻഡിംഗ് നെറ്റ്വർക്ക് ചെയ്യുന്നത് മൂലം സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലായതുകൊണ്ട് തന്നെ അറിവ് വിസ്ഫോടനം നടത്താൻ കഴിയും. ഏകദേശം 5 കോടി രൂപയുടെ പദ്ധതിയാണ്. പണി ഏകദേശം 95% കൂടുതലും പൂർത്തിയായി കഴിഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ 3 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ ഏകദേശം നിർമ്മാണം പൂർത്തിയായി. 2ാം ഘട്ടം 2.25 കോടി രൂപ വീണ്ടും കിഫ്ബിയിൽ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. സ്കൂളും നല്ല നിലവാരത്തിലേക്ക് വരുന്നതുണ്ട്. സ്കൂൾ ഇപ്പം തന്നെ ധാരാളം കുട്ടികൾ പുതിയ അഡ്മിഷൻ ആവുന്നുണ്ട്. ഇപ്പം തന്നെ ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമാണ്. കൂടുതൽ നിലവാരം ഈ കിഫ്ബി പദ്ധതി കൊണ്ട് ഗുണകരമാണ്. കോന്നി നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട്
ആരോഗ്യ മേഖലയിലും നിരവധി പദ്ധതികൾ കിഫ്ബിയിലൂടെ ഉണ്ട്. നിരവധി ആരോഗ്യ സ്ഥാപനങ്ങളെ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടന്നു വരികയാണ്. 250 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ കോന്നി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ തുക ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിൻ്റെയെല്ലാം പദ്ധതി തയ്യാറാക്കി കിഫ്ബിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ പദ്ധതികൾക്കെല്ലാം അംഗീകാരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനും പുതിയ കെട്ടിട നിർമ്മാണത്തിനുമായുള്ള പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഇനിയും കിഫ്ബിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള കോന്നി മെഡിക്കൽ കോളേജിന് വേണ്ടി പദ്ധതി അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതുവൽ മങ്ങാട് റോഡ്, പ്ലാപ്പള്ളി അച്ചൻകോവിൽ റോഡ് ഒക്കെ കിഫ്ബിയുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നമസ്തേ.